നമ്മളല്ലാണ്ട് ഈ മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയൊക്കെ യൂസ് ചെയ്യണതിന് ആണ് യൂഷ്വലി നമ്മൾ ചെയ്യുക. പക്ഷേ ഇത് ഒറ്റൊരു തന്തൂരി പൊടി മതി നമുക്ക് ആ ഫ്ലേവർ കംപ്ലീറ്റ്ലി ഈ ഡിഷിനകത്തോട്ട് കിട്ടാൻ. അപ്പോൾ ഇതൊക്കെ കൂടി ഞാൻ ഒരു പേസ്റ്റ് ആക്കാൻ വേണ്ടി ഫസ്റ്റ് പോവാണ് കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ഈ പേസ്റ്റിനകത്തോട്ട് ഇടുകയാണ്. അടിച്ചിട്ട് വരാമേ. അപ്പൊ നമ്മുടെ പേസ്റ്റ് റെഡിയായി. പൊന്നു കണ്ടോ, ഇത് ഇതിനകത്ത് എന്താന്നറിയോ? എന്താ ജ്യൂസാണോ? കുറച്ച് തട്ടെ? മനസ്സിലായി, കുട്ടിക്ക് ബുദ്ധിയുണ്ട്. അപ്പം ഈ മിക്സ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കാം. നമുക്കെല്ലാം സ്കീവേഴ്സ് പോലെയാണ് നമ്മൾ ഇതിനെ ഗ്രില്ല് ചെയ്തിട്ട് ഒരു സൈഡ് ഡിഷ് പോലെ ഇതിൻ്റെ കൂട്ടത്തിൽ വയ്ക്കുന്നത്. അപ്പം ഇനി ഇതെന്താണെന്നറിയോ വാവേ, ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഓരോന്നോരോന്ന് ഇടും. ആദ്യം നമുക്ക് ക്യാപ്സിക്കം ഇടാം, പിന്നെ പനീർ. ഇതെന്താ വാവേ? യമ്മിയാണ് പനീർ. ടൊമാറ്റോ. ടൊമാറ്റോ. അപ്പം നമുക്കിനി ഇത് ഗ്രില്ല് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പം അതിന് കൂടെ നമ്മൾ വേർമസിലി റൈസാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള കോമ്പിനേഷനായിട്ട് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം പാൻ ചൂടാക്കാം. ഈ പാൻ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് നോൾട്ടയുടെ പാനാണ്. വീടാന്തരം നോട്ട, വീടാക്കാൻ നോട്ട. അപ്പൊ ഇവിടെയുള്ള മിക്ക പാത്രങ്ങളും എനിക്ക് നോൾട്ടയുടെ ആണ്. അപ്പൊ ശരിക്കും അടുക്കള ഒരു കൊട്ടാരമായിട്ടാണ് ഈ നോൾട്ട കൊണ്ട് മാറ്റുന്നത്. അപ്പൊ ഈ പാൻ ചൂടാക്കിയ ശേഷം ഇച്ചിരി മിൽമ ബട്ടർ അതിനകത്തോട്ട് ഇടാം. വാവേ, ബട്ടർ ഇഷ്ടമാണോ വാവയ്ക്ക്? വാവക്ക് നൂഡിൽസ് അല്ലേ ഇഷ്ടം? നൂഡിൽസ് ഉണ്ടാക്കി തരട്ടെ? ഇത് കണ്ടാ നൂഡിൽസ്? ഇത് ടേസ്റ്റി യമ്മി നൂഡിൽസ് ആണ്. പക്ഷെ ഇത് നൂഡിൽസ് അല്ല കേട്ടോ, ഇത് വെർമിസെല്ലി ആണ്, സേമിയാണ്. അപ്പം അരിഞ്ഞു വെച്ച സവാളയും വെളുത്തുള്ളിയും കൂടെ, അപ്പം നമ്മുടെ സവാളയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ മിൽമ ബട്ടറിൽ കുറച്ച് വഴറ്റി എന്നിട്ട് കുറച്ച് വെർമിസെല്ലിനകത്തോട്ട് ഇടുകയാണ്. അപ്പോൾ വെർമിസെല്ലി വാവേ ഇത് കണ്ടാ, നൂഡിൽസ് റെഡി ആയത് കണ്ടാ. ഇനി വെർമിസെല്ലിയുടെ കളർ മാറി തുടങ്ങുമ്പോൾ നമ്മൾ ഇതെന്താ വാവേ? ചോറാണ്, റൈസ്. അപ്പം കുതിർത്ത് വെച്ച റൈസാണിത്. ഇത് നമ്മൾ മുഴുവനായിട്ടും ഇതിനകത്തോട്ട് ഇടുകയാണ്. എന്താ വാവേ അവിടെ കയ്യില്? ഇഷ്ടപ്പെട്ടോ? അത് വീട്ടിൽ കൊണ്ടുപോകണോ? സാധാരണ വേണമെന്നാണല്ലോ പറയുന്നത്. വാവേ, കുഞ്ഞു ബേബി എവിടെ പോയി? മമ്മിയുടെ അടുത്താണല്ലേ? ഇത് ഏകദേശം ഒന്ന് വെള്ളം ഒച്ചിരി വറ്റിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതേ ബോളിന്റെ അളവിൽ വെള്ളം ഒഴിച്ച് വീണ്ടും വേവിക്കും. റൈസും വെർമിസെല്ലിയും കൂടി ഒന്ന് വേവുന്ന സമയത്ത് നമുക്ക് ആ പനീർ ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം പാൻ ചൂടാക്കിയിട്ട് നമ്മൾ കുറച്ച് മിൽമയുടെ ടേബിൾ ബട്ടർ ഇടാം. നമ്മൾ മിൽമയുടെ ടേബിൾ ബട്ടറും ഗീയും വിട്ടിട്ട് ഒരു കളിയില്ല. എല്ലാം മിൽമയുടെ മാത്രമല്ല, നമ്മൾ അത്യാവശ്യം യൂസ് ചെയ്യുന്ന എല്ലാ ഡിഷസിലും നമ്മളിത് ഇടുന്നുണ്ട്. കാരണം അത്രയും 100% ജെന്യുവിൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. മിൽമ അറിയാലോ അല്ലേ? നിങ്ങളൊക്കെ വീട്ടിലെങ്ങനെയാ? മിൽമയാണോ? മിൽമ തന്നെയാണ്. അപ്പോൾ ഇത് ചൂടാക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് കുറച്ചൊരു സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ മലായി പനീർ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ റൈസിൻ്റെയും കൂടെ ഒരു കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. അതൊന്ന് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അത് ഫുള്ളി റെഡി ടു സെർവ് ആണ്. ഒരു 2 മിനിറ്റിനും കൂടെ പനി. ഇതൊന്നും അവള് ഭയങ്കര ബിസിയാണ്, നമുക്ക് കളിക്കാനുള്ള മൂടാ. വാവേ അങ്ങോട്ട് പോയി കളിക്കുന്നോ പപ്പയുടെ കൂടെ? അപ്പൊ ചേട്ടൻ അപ്പൊ ചേട്ടന് വേണ്ടേ? എന്നാ കുഞ്ഞിന്റെ അടുത്ത് പോണ്ട, അവിടെ പോയി കളിച്ചോ, കുറേ സാധനങ്ങളുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ പനീറും റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും എടുത്ത് ഞാൻ മാറ്റിയിട്ട് നമ്മുടെ അടുത്ത ഡിഷ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ. ഇത് ഞാൻ ഇതിനകത്തോട്ട് സെർവ് ചെയ്യാൻ വേണ്ടി വെക്കാം.